ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ ഡേ 2 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ക്ലാഷസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നന്നായിട്ട് ഇറങ്ങി കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് പാട്ടൊക്കെ ഇട്ടിട്ട് പപ്പ ഭരണം വേണ്ടപ്പ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിരുന്നത്. എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് മറ്റേ അനീഷും ബിന്നിയും അനുവൊക്കെ തമ്മിൽ മറ്റേ ഗുഡ് മോർണിംഗിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ട് കുറച്ച് ക്ലാഷസ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പം അനീഷിനാണെങ്കിൽ സുപ്രഭാതം എന്ന് പറയണം, മലയാളത്തിൽ സംസാരിക്കണം, മലയാളി ആയതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ എന്താ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നു, മലയാളത്തെ അവഹേളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഷാനവാസും അപ്പാനിയൊക്കെ അതിനകത്ത് കയറി ഇടപെട്ടിട്ട് നീ ആണെന്നുണ്ടെങ്കിൽ മലയാളം പഠിപ്പിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. പിന്നെ അടുത്ത ഒരു ക്ലാഷ് എന്ന് പറയുന്നത് അനുമോളും ഷാനവാസും അപ്പാനിയും അക്ബറും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഇതാണ്. അപ്പോൾ ഡോക്ടർമാർ അവരെന്തോ ഒരു ചെറിയ കാര്യം പറഞ്ഞു തുടങ്ങിയത്, ലാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അനു ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരുത്തി തീർത്ത്, ഷാനവാസ് അത് വരുത്തി തീർത്ത്, എന്നിട്ട് അത് പറഞ്ഞിട്ട് അനുവിനെ ഇവർ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ അനു ആണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാവരും കൂടി ഇരുന്നപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. എനിക്ക് ഇന്ന് രാവിലെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. അതായത് ഇവരെ ആണെന്നുണ്ടെങ്കിൽ അഭിനയൊക്കെ കണ്ട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലാഷസ് ഒക്കെ ഒരുമാതിരി വെച്ച് കെട്ടിയ പോലത്തെ ഒരു ക്ലാഷസ് ആണല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ക്ലാഷസ് ആണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളാണ് ഇതൊന്ന് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത്, ഇവരോട് ഇതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. പിന്നെ അടുത്തത് പുള്ളി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, അനുമോക്ക് എവിടെ നിന്നാണ് മേക്കപ്പ് കിട്ടിയത്, അനുമോളുടെ കണ്ണിലൊക്കെ കുറേ കരിമഷിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം എവിടെ നിന്നാണ് മേക്കപ്പ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അവിടുന്ന് ബാത്റൂമിൽ എവിടെ ഇരിക്കുന്നത് എന്തോ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അപ്പാനിയാണെന്നുണ്ടെങ്കിൽ അനീഷിനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ബിന്നി വന്നത് ചോദിക്കുമ്പോൾ അപ്പാനി അഭിനയിച്ച് കാണിക്കുന്നുണ്ട് അനീഷായിട്ട്. അനീഷ് ഇങ്ങനെ മറ്റേ നിർത്താതെ നടക്കുന്നതൊക്കെ അഭിനയിച്ചു. അപ്പോൾ അനീഷ് അപ്പുറത്ത് നിന്നിട്ട് പുള്ളി അതിനകത്ത് കയറി സീരിയസ് ആയി, ഞാൻ ഇങ്ങനെയല്ല, എന്നെ ഇങ്ങനെയല്ല കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ ഭയങ്കര പ്രശ്നം. അടുത്ത് കാണിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ പണിപ്പുര ടാസ്കിൻ്റെയാണ്. എന്താ അതിനകത്തിലാണെങ്കിൽ നോമിനേഷനിൽ നിന്ന് ഇല്ലാത്ത ആളുകൾക്കാണ് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കണം ഈ പണിപ്പുരയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പം വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ആദില നൂറ അക്ബറിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ആദില നൂറ 2 പേരുള്ളത് കാരണം ഒറ്റ കണ്ടസ്റ്റൻറ്റുമാണ്, പക്ഷേ അവർക്ക് മത്സരിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ്. അത് അങ്ങനെ അവരെ തിരഞ്ഞെടുത്തിട്ട് വിടുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് എന്താ ഈ അപ്പാനിയാണെന്നുണ്ടെങ്കിൽ ഗിസേൽ അത്രയും ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയും മറ്റേ അപ്പാനിയുടെ ഒരു കുറച്ച് ബോയ്സ് ഗ്യാങ് ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഗിസേലിനെ ചൊറിയാൻ തീരുമാനിക്കുക. എന്നിട്ട് ഗിസേലിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പാനി പറയുന്നത് മേക്കപ്പ് ഒന്നും ഇടാതെ മര്യാദയ്ക്ക് ഈ ഗെയിമിലൊക്കെ ടാസ്ക് ഒക്കെ കളിക്കാൻ നോക്കുക, അല്ലാതെ ഇവിടെ മേക്കപ്പ് ഇടാൻ വേണ്ടിയല്ല വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിനെ ചൊറിയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഗിസേൽ കുരുപെട്ടി. അന്നേരം ഗിസേൽ പറഞ്ഞു, എന്താ ഇതൊന്നും നിങ്ങൾ എൻ്റെ കാര്യം ഒന്നും നോക്കാണ്ട് നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുണ്ടകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു. ഇവർ പ്രാങ്കാന്ന് പറയാൻ ശ്രമിച്ചിട്ട് പോലും പുള്ളിക്കാരി വിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ ഗുണ്ടിയല്ല. അപ്പോൾ അവർ പറഞ്ഞത് ഗുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്നുണ്ട് എനിക്ക് നല്ലപോലെ മലയാളമൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഗുണ്ടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ ഗുണ്ടാ ഗ്യാങ്ങാണ്, അത് കാരണം നിങ്ങളാണ് ഏതെങ്കിലും പെമ്പിളാരെ കാണുവാണെങ്കിൽ അവരെ പോയി കരയിപ്പിക്കും, മറ്റേ ഗ്രൂപ്പ് ചേർന്നിട്ട് കരയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ രസമുണ്ടായിരുന്നത് ആ ഒരു പോർഷൻ കാണാൻ വേണ്ടി. പിന്നെ അടുത്തത് കാണിക്കുന്നത് പറയുന്നത് എന്താ പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ഗിസേലും അനുമോളും തമ്മിൽ. അപ്പം ഇവരെല്ലാം കൂടെ വട്ടം കൂടി അപ്പുറത്തേക്ക് ഗിസേലും അനുമോളും മറ്റേ ഫ്ലോർ ടീമാണല്ലോ, അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ തൂത്തോണ്ടിരിക്കുക. അപ്പോൾ അനുമോൾ നിന്ന് തൂക്കുന്നു, ഗിസേൽ അവിടെ ഇരുന്നിട്ടാണ് ചൂലും കൊണ്ട് ഇങ്ങനെ തൂക്കുന്നുണ്ട്. അപ്പോൾ ഗിസേൽ പറയുന്നു, അതെ നീ ഈ ചവറയോ ഇതിൻ്റെ അഴുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് നന്നായിട്ട് തൂക്കണം. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അവിടെ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഗിസേൽ പറഞ്ഞു, ഇവിടെ ഇരുന്ന് ചെയ്താലായിരുന്നല്ലോ, അപ്പോൾ ഈ ചെറിയ പൊടികളൊന്നും പോയില്ല എന്നൊക്കെ ഗിസേൽ പറയുമ്പോൾ അനു പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറക്കി എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് തമ്മിൽ അപ്പോൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് മറ്റേ അപ്പാനിയും ടീമൊക്കെ ഭയങ്കര പ്രോത്സാഹനമായ ഗിസേലിനെ. അപ്പോൾ അനുമോക്ക് ആകെ മൊത്തത്തിൽ കുരുവെട്ടി. അപ്പോൾ പുള്ളിക്കാരി അങ്ങോട്ടും അവർ തമ്മിൽ കുറച്ച് സംസാരം ഉണ്ടാകും. അതും രസമുള്ള ഒരു പോർഷനായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പണിപ്പുരയിൽ പോകാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. അപ്പം അതിനുള്ള നിയമമൊക്കെ പറയുന്നുണ്ട്. 6 ചിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഇവർക്ക് ഏതെങ്കിലും ഒന്ന് എടുത്ത് തുറന്നു നോക്കുക, കിട്ടുന്നത് വെച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ചിട്ടിനകത്തിൽ എന്ന് പറയുന്നത് ടൈമും പോയിന്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ 15 സെക്കൻഡ് ആണെങ്കിൽ 600 പോയിന്റ്, 16 സെക്കൻഡ് 575, 17 സെക്കൻഡ് 550, 18 സെക്കൻഡ് 525, 19 സെക്കൻഡ് 500, 20 സെക്കൻഡ് 450. ഇത്രയും പോയിന്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് അവർ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ആദിലെയാണെന്ന് തോന്നുന്നു പോയി എടുക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് 16 സെക്കൻഡ് 575 പോയിന്റ് ആണ്. അപ്പം പ്രത്യേകം പറയുന്നുണ്ട്, ടൈം ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടത്തില്ല, അതൊരു എക്സ്ട്രാ സാധനം വെക്കുവാണെങ്കിൽ എക്സ്ട്രാ സാധനം തിരിച്ചു വെക്കേണ്ടി വരുമെന്ന്. ഇവരാണെന്നുണ്ടെങ്കിൽ
പോയി സാധനമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. പോയി എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് വാരി വലിച്ച ഉള്ളതെല്ലാം അവരൊരു ഒരു ടാക്ടിക്സ് ഒന്നും ഇല്ലാതെ ചുമ്മാ പോയി വാരി വലിച്ച് എല്ലാം കൂടെ എടുത്തിട്ട് വന്നിട്ട് ടൈം ഔട്ട് ആവുകയും ചെയ്തു. ഇവർക്ക് കറക്റ്റ് സമയത്ത് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം മൊത്തം സാധനങ്ങൾ ആ പണിപ്പുര ടാസ്ക് ഫെയിലായി. അപ്പം ഫസ്റ്റ് ഒരു വീക്കിൽ 2 ടാസ്ക് അതിലുണ്ടത്, അതായത് അവിടുന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. എല്ലാം എടുത്ത സാധനം എല്ലാം തിരിച്ചു കൊണ്ടുവെക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബിൻസി ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ബിൻസി എങ്ങനെ സ്ക്രീൻ സ്പേസ് ഒന്നും അധികം കിട്ടുന്നില്ല, പക്ഷേ ബിൻസി ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം നമ്മുടെ പട്ടി കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് ബിൻസി എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. അടുത്തായിട്ട് നെവിൻ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പുള്ളിയുടെ പെട്ടിയൊക്കെ എടുത്തിട്ട് ഒരു കട്ടിലിൻ്റെ ഒരു സൈഡിൽ മൂലയ്ക്ക് ഇരുന്നിട്ട് തലക്കടെ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പെട്ടി തുറക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് പുള്ളി ചെയ്യുന്നത്? അപ്പോൾ ആ വഴിക്ക് ഷാനവാസ് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പം പുള്ളി പറയുന്നു, ഞാൻ ആവി പിടിക്കാൻ ഷാനവാസ് ഇടപെട്ട് എന്താ ആവി പിടിക്കാൻ ഇവിടെ സാധനം ഉണ്ടോ? ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ എന്താ പുള്ളി ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അന്നേരം ബിന്നിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബിന്നി വെച്ചപ്പോഴേ ഏതാണ്ട് വെള്ളം കുടിക്കാമെന്നോ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ റൂമിൽ ഇവർക്കുള്ള പുതിയ യൂണിഫോം വന്നിട്ടുണ്ട്. അന്നത്തെ ഡേക്കുള്ള യൂണിഫോം വന്നിട്ടുണ്ട്. അപ്പം നെവിനപ്പോൾ അവിടെ വലിയ പ്രശ്നം, എനിക്ക് ഈ യൂണിഫോമാണ് തരുന്നത്. പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളറിലെ ചെക്കായിട്ടുള്ള ഒരു ഷോർട്സും ഒരു ഷർട്ടും കൂടെയാണ് കൊടുത്തത്. അപ്പം പുള്ളിക്ക് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് വേണം. അപ്പോൾ അതിനെ പുള്ളി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കാണിക്കുന്ന നെവിൻ എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇടത്തില്ലെന്നൊക്കെ പറഞ്ഞു പോയ നെവിനെ പിന്നെ സ്കൂൾ കുട്ടിയെ പോലെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിലേക്കിടയൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഷാനവാസിൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്താ മാമ എന്നെ സ്കൂളിൽ കൊണ്ടുപോകുമെന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നുള്ളത് അടുത്ത കാണിക്കുന്നത് നെവിനും ഗിസേലിൻ്റെ ഒരു ഇതാണ്. അപ്പം നെവിനാണെങ്കിലും ഗിസേലിനോട് പറയാം, അതെ മിന്നുന്ന ഇതൊക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അഹങ്കരിച്ച് നടക്കുമെന്ന് വേണ്ട, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു ചെറിയൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് മെയിൻ ടോപ്പിക്ക് വീണ്ടും മറ്റേ ഷാനവാസ് നമ്മുടെ ഗിസേലിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അതെ നമ്മുടെ കേറായിട്ടായിട്ട് പുള്ളി അവിടെ പറയുന്നത്, അതെ മലയാളി ഓഡിയൻസിൻ്റെ പൾസ് അനുസരിച്ച് ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടുന്നത് ശരിയല്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞത് എന്തുവാ നമ്മളുടെ ആണെങ്കിൽ മലയാളി ഓഡിയൻസ് മറ്റേ വെൽ ഡ്രസ്ഡായിട്ട് കാണാനാണ് താല്പര്യം, അതുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ നൈസായിട്ട് പുള്ളിയുടെ സാധനം അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ അടുത്തെന്ന് പറയുന്നത് രേണു സുധീൻ നെവിനും തമ്മിൽ ചുമ്മാ അത് അവരൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു പരിഭവമൊക്കെ പറയുവാണ് നെവിന്. രേണു അത് ഇവിടെ ഈ ലോകത്തെ അല്ലാത്ത പോലും ഇങ്ങനെ ഇരിക്കട്ടെ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇഷ്യൂ അനുമോളും ഗിസേലും തമ്മില്ല. രാവിലത്തെ ആണെന്നുണ്ടെങ്കിൽ ചൂലിൻ്റെ ഇഷ്യൂ കഴിഞ്ഞിട്ട് അടുത്ത ഇഷ്യൂ ആണ് ചായ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അനുമോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഗിസേൽ പറഞ്ഞു അനുവിൻ്റെ ചായ കൊള്ളത്തില്ല, കുടിച്ചുപോലില്ല. അതിൻ്റെ മുന്നേ ഗിസേൽ പറഞ്ഞു അനുവിൻ്റെ ചായ കൊള്ളത്തില്ലെന്ന്. അപ്പോൾ അനുവിൻ്റെ ചായ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അവർ രണ്ടുപേരും കൂടെ നല്ലൊരു അപ്പോൾ ഗിസേൽ ഇപ്പുറത്ത് വേറെ പുള്ളിക്കാരിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചായ വെക്കുന്നുണ്ട്. ഇത് തലേദിവസത്തിൻ്റെ എന്തോ ബാക്കിയാണെന്ന് തോന്നുന്നു. അതായത് തലേദിവസം മറ്റോ അനു എന്തോ പറഞ്ഞു തോന്നുന്നു, മറ്റേ ഗിസേൽ ചായ ഇട്ടപ്പോൾ അതിന് കടുപ്പം കൂടി പോയി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ അത് തിരിച്ച് പറഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പിന്നെ അവിടെ നിന്ന് പിന്നെ അഭിലാഷ് അത് പിടിച്ചു. അഭിലാഷ് അവിടെ കിടന്ന് കുറച്ച് ഷൗട്ടൊക്കെ ചെയ്ത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് ആയിരുന്നു. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പുകഞ്ഞ പുറത്തുനിന്ന്. അപ്പം ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ഡിഫിക്കൽട്ട് സീസണാണ്. അപ്പം ഇത് കഠിനമായ സീസൺ ആയത് കാരണം അതിൻ്റെ ഒരു പരിണിത ഫലമൊക്കെ ഉണ്ട്. അപ്പം ടാസ്ക് എന്ന് പറയുന്നത് ഈ വീട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾ കരുതുന്ന 4 പേരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അവരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ലൈറ്റ് ഓഫ് മുതൽ വേക്കപ്പ് വരെ ഗാർഡൻ ഏരിയ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് വീടിന് അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. ഗാർഡൻ ഏരിയയിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്കാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ചെയ്യാൻ ഉറങ്ങാൻ വേണ്ടി ഒറ്റൊരു ബെഡ് മാത്രമേ ഉള്ളൂ. ആ ബെഡിൽ മാത്രമേ അവർക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അറ്റ് എ ടൈമിൽ ഒരാൾക്ക് മാത്രമേ ആ ബെഡിൽ കിടക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ചുറ്റും ഇരിക്കുന്നവർക്ക് ഇരുന്നോ നിന്നോ കിടന്നോ ഒന്നും ഉറങ്ങാനും പറ്റത്തില്ല. പിന്നെ എന്നിട്ട് ഇപ്പം ആരെങ്കിലും ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇവർക്കാണെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളവർക്ക് അകത്തിരിക്കുന്ന ആൾക്കാരെ നോട്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വന്നിട്ട് ഈ കട്ടിലോടുകൂടി ആളെ എടുത്തിട്ട് ഗാർഡൻ ഏരിയയിൽ തന്നെ ഒരു റെഡ് മാർക്ക് സോൺ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ആൾ ഡയറക്റ്റ്ലി എലിമിനേറ്റ് ആവും എന്നാണ് റൂള്. അപ്പം അതായത് അതുപോലെ തന്നെ ഇപ്പുറത്ത് സൈഡിൽ, അതായത് അറ്റ് എ ടൈം ഒരാൾക്ക് കട്ടിലേ കിടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സൈഡിൽ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉറങ്ങുവാണെങ്കിൽ അവരെ ഇതുപോലെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് റെഡ് മാർക്ക് സോണിൽ വെക്കുവാണെങ്കിൽ അവരെ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഈ കട്ടിലേ നിന്ന് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്ന ഇടയ്ക്ക് അവർ ഉണരുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ആവും. അപ്പം അവർ മറ്റേ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് റൂള്. അപ്പോൾ ഇതിനു വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം ബിൻസിയാണ് വരുന്നത്. ബിൻസി വന്നിട്ട് രേണു, ഷാനവാസ്, നെവിന്, ഗിസേല കുറച്ച് റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ രേണു സുധി വന്നിട്ട് അഭിലാഷ്, അക്ബർ, ശൈത്യ, റീന ഫാത്തിമ ഇവരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ നൂറ വന്നിട്ട് ഷാനവാസിനെയും ശൈത്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. ബിന്നി വന്നിട്ട് ഷാനവാസ്, ആദില, നൂറ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശൈത്യ വരുന്നത്. ശൈത്യ വന്നിട്ട് ബിന്നി, ഗിസേൽ, റീന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുന്നു. അനുമോൾ വന്നിട്ട് ഷാനവാസ്, ഗിസേൽ, രഞ്ജിത്ത്, രേണു സുധി.
പിന്നെ റെന ഫാത്തിമ വന്നിട്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ആര്യൻ വന്നിട്ട് ഷാനവാസ്, കലാഭവൻ സരിക, പിന്നെ ആദില നൂറ. അതുപോലെ തന്നെ നെവിൻ വന്നിട്ട് റെന ഫാത്തിമ, ഗിസേൽ, അനുമോൾ, ബിൻസി, ഷാരിക. അപ്പാനി വന്നിട്ട് ഗിസേലിനെ, ഷാനവാസിനെ, അക്ബർ, ഷൈത്യ, ബിൻസി, ഷാനവാസ്, ഒനീല്, റെന ഫാത്തിമ, ഗിസേൽ, അനുമോള്, അഭിലാഷ്, ഷാനവാസ് വന്നിട്ട് ആദില നൂറ, ബിൻസി, ആര്യൻ, അക്ബർ എന്നിവരെ നോമിനേറ്റ് ചെയ്യുന്നു. അനീഷ് വന്നിട്ട് അനുമോളെയും എന്നിട്ട് പുള്ളി ഗിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പുള്ളി ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ മറ്റേ 2K കിഡ്സിനെ മറ്റേ സുഖിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അന്നേരം ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ഉപദേശം പറയാൻ വേണ്ടിയല്ല, നോമിനേറ്റ് ചെയ്യാനുള്ള ടാസ്ക്കാണ്, നോമിനേറ്റ് ചെയ്തിട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ അത് കാരണം പുള്ളി ഒരു ജാളിതോടുകൂടി അവിടെ പോകേണ്ട വന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാനി ശരത്തും അക്ബറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ അനീഷ് കൊണ്ടുവരുന്ന ഇഷ്യൂസിലൊക്കെ മറ്റേ അനീഷ് പൊക്കിക്കൊണ്ട് വരുമ്പോൾ പുള്ളി നൈസായിട്ട് അത് പിടിച്ചിട്ട് അത് കുറച്ച് ന്യൂട്രലൈസ് ആക്കി പുള്ളിയുടേതാക്കി അങ്ങ് മാറ്റും, കുറച്ച് തമാശയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് മാറ്റും. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി എല്ലാവരും നോമിനേറ്റ് ചെയ്തു. ഇപ്പോൾ വോട്ട്സിൽ ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്, 10 വോട്ട്, ഷൈത്യ 9 വോട്ട്, ഗിസേലിന് 8 വോട്ട്, റെന ഫാത്തിമയും ബിൻസിക്കും തുല്യ വോട്ടാണ്, 7 വോട്ട് വീതം. എന്നിട്ട് പിന്നെ ഇവരോട് പറഞ്ഞു റെന ഫാത്തിമയും ബിൻസിയും ആരെങ്കിലും ഒരാളെ മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ റെന ഫാത്തിമയെ രക്ഷപ്പെടുത്തിയിട്ട് ബിൻസിയെ ഇവരുടെ കൂടെ വിടുന്നു. അപ്പോൾ അങ്ങനെ ഷാനവാസ്, ഷൈത്യ, ബിൻസി, ഗിസേൽ ഇവരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആണെങ്കിൽ അടുത്തൊരു മറ്റേ എന്ന് പറയുന്നത് നെവിനും രേണുസുതിയും ഉള്ള ഒരു ഷോർട്ട് ഒരു വിഷ്വലൈസേഷൻ കാണിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് ആട്ടുന്നതൊക്കെ കാണിക്കുന്നത്. അതൊരു വെറുതെ ഒരു സീക്വൻസ് എന്ന് പറയാം. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മൾ പുറത്താണ് കട്ടിലിലെ കാര്യങ്ങൾ. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ അറ്റ് ടൈം എപ്പോഴും ഒരാളെങ്കിലും ആ കട്ടിലെ കിടക്കണം. പുറത്തെ ഉള്ള ടാസ്ക് ഉണ്ടല്ലോ, കട്ടിലെ കിടക്കണം. ഇവർ കട്ടിലെ കിടന്നില്ലെന്നുണ്ടെങ്കിലും അതവർക്ക് പണിയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അകത്തിരുന്ന് അപ്പാനിയും ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ അവരെ എടുക്കണം, ആരെ എടുത്തു കഴിഞ്ഞാൽ പറ്റും. നമുക്കാണെന്നുണ്ടെങ്കിൽ ഗിസേലിനെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അപ്പാനിയും ടീമും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ഇപ്പുറത്താണെങ്കിൽ ഷാനവാസും ഗിസേലും ഷൈത്യയും ബിൻസിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്ട്രാറ്റജി. അപ്പോൾ ഷാനവാസ് നെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ആരെല്ലോ ഒക്കെ ഒറ്റി കൊടുക്കുമെന്നൊക്കെ. അപ്പോൾ അന്നേരം ഷൈത്യയും ബിൻസിയും ഒക്കെ പറയും ഇത് ടാസ്ക് അല്ലേ, അപ്പോൾ നമ്മൾ ടാസ്കായിട്ട് ചെയ്യും, ടാസ്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒറ്റി കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഗിസേലും അത് എഗ്രി ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആദിലയും നൂറയും തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ് കാണിക്കുന്നത്. അവർ മറ്റേ നൂറ പറയുന്നുണ്ട് ആദില ഒറിജിനൽ പുറത്തൊക്കെ നന്നായിട്ട് തമാശ പറയുന്ന ആൾ, പുള്ളിക്കാരി ഇപ്പോൾ അകത്ത് വന്നിട്ട് എന്തോ ഇതുപോലെ നടക്കുന്നു, അപ്പം പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ ഒരു ഡിസ്കഷൻ പോകുന്നത്. ഒരു ലവേഴ്സ് ക്വാറൽ പോലെ ഒരു സംഭവം. ഒരു 2:30 എങ്ങാണ്ടായപ്പോഴാണ് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് മറ്റേ ഷാനവാസിൻ്റെ ടീമിനെ, ഷാനവാസും ഗിസേൽ. അപ്പോൾ ഗിസേലാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് മേക്കപ്പ് ഐറ്റംസ് കൂടെ. അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഭക്ഷണമൊന്നും വേണ്ടെങ്കിലും മറ്റേ ഇത് മേക്കപ്പ് ലിപ്സ്റ്റിക്ക് തിന്നാണെങ്കിലും ഇത് ജീവിച്ചോളും, മറ്റേ സാധനം മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. അടുത്ത് പിന്നെ കാണിക്കുന്നത് ഷാനവാസ് മറ്റേ അവിടെ താഴെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ കട്ടിലയിൽ വേറെ ആരോ കിടപ്പുണ്ട്. അപ്പം കലാഭവൻ ഷാരൊക്കെ വന്നിട്ട് ഷാനവാസിനെ വന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ എന്താ വിചാരിച്ചു പുള്ളിക്കാരിക്കാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള അവിടെ പയ്യന്മാർ ഇരിപ്പുണ്ടല്ലോ, അവന്മാരോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ നെക്സ്റ്റ് ആയിട്ട് പൊക്കിയെടുത്തിട്ട് പുള്ളിക്കാരി തന്നെ പോയി തല പൊക്കാൻ നോക്കി കഴിഞ്ഞാൽ ഷാനവാസിനെ എങ്ങനെ എടുക്കാൻ നോക്കും. അപ്പോൾ എന്തായാലും അത് പിന്നെ നീ തമാശ പോലെ ചെയ്താണെന്നും അറിയില്ല. പിന്നെ അക്ബർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ ഗിസേലിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ ഒറ്റിപ്പിക്കാൻ. ഷാനവാസ് എവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനെ പൊക്കിയെടുക്കാൻ ഗിസേലിനെ കൊണ്ട് ഒറ്റ കൊടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കും, ഗിസേലിനോട് നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗിസേലിന് ഫുള്ള് എനിക്ക് തോന്നുന്നു ടാസ്ക് പുള്ളിക്കാരി നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉറങ്ങുമൊന്നും ചെയ്യാതെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരി. ബാക്കി രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ശൈത്യം ഇങ്ങനെ കണ്ടു പറഞ്ഞിരിക്കുന്നത് കണ്ട് അറിയില്ല ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളത്. പിന്നെ അടുത്ത് അതോടുകൂടി നമ്മുടെ മെയിൻ എപ്പിസോഡ് തീർന്നു. പിന്നുള്ളത് ബിഗ് ബോസ് പ്ലസ് ആണ്. ബിഗ് ബോസ് പ്ലസ്സിൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ മറ്റേ സുപ്രഭാത ഇഷ്യൂ ആണ് ആദ്യം കാണിക്കുന്നത്. അതിന് അവിടെ വന്നിട്ട് അഭിലാഷും പുള്ളിക്ക് മലയാളം പറഞ്ഞേ പറ്റത്തുള്ളൂ അനീഷിന്. അപ്പോൾ അവിടെ വന്നിട്ട് അഭിലാഷും അപ്പാനിയും നൂറയെല്ലാം കൂടെ അതിൻ്റെ പുറകെ കുറച്ച് ഇത് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ അനുവും മുൻഷിയുടെ ഈ അനീഷാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അനുവും മുൻഷിയുടെ പുറകെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പുള്ളി നടക്കുന്നത്. അപ്പം പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലാഷാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ അക്ബറും അനുമോളും തമ്മിലൊരു വഴക്ക് കാണിക്കുന്നത്. പുള്ളിക്കാരന് അനുമോളെ ചൊറിയാണ്, അക്ബർ ചൊറിയാണ്. ഗിസേലിൻ്റെ മൈക്ക് എന്തോ രാവിലെ ആണെന്നുണ്ടെങ്കിൽ അനു എടുത്തുകൊണ്ട് പോയി. അത് പുള്ളിക്കാരി അറിഞ്ഞോണ്ടാണ് ചെയ്തതെന്നുള്ള രീതിയിൽ അക്ബർ ചുമ്മാ അനുവിനെ ഏരിയേറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഷാനവാസിനോട് അപ്പോൾ ഷാനവാസ് അതിനകത്ത് പിടിക്കാൻ വന്നപ്പം ഷാനവാസിനോട് സ്വന്തമായിട്ട് കണ്ടന്റ് എന്തെങ്കിലും വല്ലവൻ്റെ കണ്ടന്റ് ഇപ്പം പിടിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസും പിന്നെ അനീഷും കൊണ്ടുള്ള ഒരു ടോക്കാണ്. ഷാനവാസ് വന്ന് കൈയൊക്കെ തുളച്ചോട്ടൊക്കെ കഴിയിട്ടിട്ട് പറയുന്നുണ്ട് എടാ നിൻ്റെ ഗെയിം പ്ലാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നിന്നെ നോക്കി പഠിക്കുവാണെന്നൊക്കെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ
ആ മോർണിംഗ് ടാസ്കിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അന്നേരം മറ്റേ ആക്ട് ചെയ്യണം, മറ്റുള്ള പറ്റി ആക്ട് ചെയ്യണമല്ലോ. അപ്പം ഗിസയിലാണെങ്കിൽ മോഡൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കാതൽ താനെ അപ്പടി റമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ പാടുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി നല്ല സ്റ്റൈലിഷായിട്ട് വോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് വരുന്നത് റമോയും അന്യന് പുള്ളി. അപ്പോൾ അക്ബറാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. 5 കൊല്ലേ എന്നൊക്കെ പറയുമ്പോൾ നെവിൻ്റെ വായ നനങ്ങുന്നില്ല. അപ്പം അതിന് ഇതിനൊക്കെ പിന്നെ അന്യനൊക്കെ പുള്ളി അടിപൊളിയായിട്ട് കാണിച്ചു. പിന്നെ അടുത്തുനിന്ന് അഭിലാഷ് വന്നിട്ട് മന്ദാര സ്റ്റെപ്പുണ്ടോയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. നന്നായിട്ട് ഡാൻസ് കളിച്ച് അക്ബർ പാടി കൊടുക്കുന്നത്. ഒനിയിൽ വന്നിട്ട് ഉദിത് നാരായണൻ്റെ സൗണ്ടിൽ പാടുന്നുണ്ട്. കലാഭവൻ ശാരിക വന്നിട്ട് ജാനകി അമ്മയുടെ സൗണ്ടിൽ പുള്ളിക്കാരി നന്നായിട്ട് നമുക്കറിയാം, നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ മറ്റേ ശാരിക വന്നിട്ട് ഹോട്ട് സീറ്റ് വിത്ത് ആര്യൻ. അപ്പോൾ ആര്യനെ ഹോട്ട് സീറ്റ് ഇരുന്നിട്ട് ആര്യൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തന്നെയാണല്ലോ ഏത് സിനിമയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പുള്ളിക്കാരുടെ ഒരു നോർമൽ സ്റ്റൈലുണ്ടല്ലോ ആ ഒരു രീതിയിൽ. അപ്പോൾ അപ്പോഴത്തെ അനീഷ് അതവിടെ സീരിയസ് ആക്കി, ഇത് മറ്റേ എന്തോ ഫേക്കാണ്, പുള്ളിക്കാരി ഫേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ അവിടെ ആ പരിപാടി അവിടെ നിർത്തി. പിന്നെ അനീഷും ബിൻസിയാണ് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ശാരീരിക ഇഷ്യൂവിൽ പുള്ളി ആവശ്യമില്ലാതെ ഇടപെട്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്കാരി അത് ഒരു തമാശയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഗെയിമിനെ പുള്ളി സീരിയസ് ആയിട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി പറഞ്ഞു. പക്ഷേ ഇവിടെ അനീഷ് ഇവിടെ കേൾക്കുന്നത്. പിന്നെ ഉള്ളത് അനുമോളും ശൈത്യയും തമ്മിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ അവിടെ ഇട്ടിട്ട്, ശരിക്കും ഇവർക്ക് മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ നിന്ന് അവിടെ ഇരുന്ന് എന്തോ കൺമശിയോ മറ്റേ അവർ രണ്ടും കൂടി ഇടുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് കലാഭവൻ ശാരിക ആര്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ സരികയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എന്താ പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് ആര്യന് കമൻറ്റ് പറയാൻ മറ്റേ നോമിനേഷൻ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, എലിമിനേഷനൊക്കെ. അപ്പോൾ അതിനകത്തൊരു റീസണായിട്ട് പറഞ്ഞ പുള്ളിക്കാരി ഫുള്ളായിട്ട് അടുക്കളയിലേക്ക് ഒതുങ്ങി പോകുന്നു എന്നുള്ള, അപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന വേണ്ടിയാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് പിന്നെ അവർ പറഞ്ഞ് കോംപ്രമൈസ് ആയി. പിന്നെ അനു ഗിസയിലോട് നിന്നിട്ട് ഒരു ബാഡ് വൈബ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗിസയിൽ അനുമോളിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് അവർ തമ്മിൽ പറഞ്ഞ ഓരോ ഐറ്റത്തിൽ ഒരു അണ്ടർവെയർ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർണം. പിന്നെ മൈക്കിൻ്റെ ഇഷ്യൂ, ടീയുടെ ഇഷ്യൂ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. പിന്നെ അടുത്തെന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഷാനവാസും ഗിസയിലും തമ്മിൽ ഇവരെ തുണിയെപ്പറ്റി പറഞ്ഞ സംഭവം. അപ്പോൾ ഗിസയിൽ നൈസായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് ആര് പറഞ്ഞു? അപ്പോൾ ഷാനവാസിൻ്റെ മുഖത്ത് ആകെ ചാളിച്ചുകൊണ്ട് ഇത് ആരും പറഞ്ഞ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് പുള്ളിക്കൊരു ഇതാണ്. അപ്പം ഗിസയിൽ അറിഞ്ഞ പോലെ, അതായത് നിങ്ങൾ നോമിനേറ്റ് ചെയ്തില്ല എന്ന് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്ക് എന്തോ ആകെ ഒരു ഇതായി. അപ്പോൾ പുള്ളി അല്ലാന്നുള്ള രീതിയിൽ അവിടെ തെന്നിമാറിയൊക്കെ പറഞ്ഞുവെങ്കിലും എന്നിട്ട് പുള്ളി പറഞ്ഞപ്പോൾ ഒരു കേറാട്ടെ സ്റ്റൈലൊക്കെ ആയി. മലയാളി ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് ഞാൻ പറയുന്നത് നിന്നെയാണ് എലിമിനേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നീ അങ്ങനെ ചെയ്താൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേറാട്ടായി സ്റ്റൈലിലൊക്കെ പുള്ളി പറയുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് അനുമോളും ശാരികയും തമ്മിൽ മറ്റേ കരച്ചിലിനെ പറ്റി ഡിസ്കഷൻ ഉണ്ട്. ഞാനാണ് സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ് അനു പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് കരച്ചിൽ ബന്ധം പോകുന്നതാണ്, എൻ്റെ കരയണമെന്ന് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഡിസ്കഷൻ പോകുന്നുണ്ട്. പിന്നെ ഡിസ്കഷൻ അബൌട്ട് എന്താ പറയുന്നത്, അക്ബറാണെന്നുണ്ടെങ്കിൽ രേണുസുതിയെയും നോമിനേറ്റ് ചെയ്തതിൻ്റെ ഒരു ഡിസ്കഷൻ അവർ തമ്മിൽ ഉണ്ട്. അതൊരു വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ നമ്മുടെ ശാരികയുടെ തലയിലൊക്കെ ഒരു പൂവൊക്കെ വെച്ചിട്ട് മറ്റേ ഒരു കുട്ടിയെ പോലെയൊക്കെ ഒരുക്കി വലിയ കൺമശിയൊക്കെ ഇട്ട് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഗിസയിൽ ഷാനവാസ് വീണ്ടും മറ്റേ അപ്പാനിയും അക്ബർ അവരെല്ലാം കൂടെ എന്താ ഈ ഷാനവാസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പുറത്താക്കിയുള്ള ടാസ്ക് ഉണ്ടല്ലോ, പവഞ്ഞ പുള്ളി പുറത്തുള്ള സംഭവം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. അതായത് എല്ലാവരും കേട്ടു. അപ്പോൾ അപ്പാനിയും അക്ബറും കലാഭവൻ ശരീരയുടെ എന്തൊക്കെയോ അവിടെ നിന്ന് സംസാരിച്ചിട്ടിരിക്കും. അപ്പോൾ അനീഷ് അവിടെ നിന്നിട്ട് പെട്ടെന്ന് ചാടി നിന്നിട്ട് എനിക്ക് എല്ലാവർക്കും ഉറങ്ങണം, ഈ രാത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ അവിടെ കിടന്നതെന്ന് പറഞ്ഞിട്ട് അപ്പാനിയും അക്ബറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. നീയാണ് ഒരു ക്യാപ്റ്റനായിട്ട് ഒരു ടാസ്ക് മര്യാദയ്ക്ക് രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ടാസ്ക് രാത്രി ചെയ്യേണ്ടത് അവരെ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മറ്റേ ഡേഞ്ചർ സോണിൽ കൊണ്ട് വെക്കണ്ടേ, റെഡ് സോണിൽ കൊണ്ട് വെക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി അപ്പം അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളത്തെ പ്രമോയാണ്. നാളത്തെ പ്രമോയിൽ മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഷാനവാസാണ്. നീയാണെങ്കിലും രുദ്രനായിട്ട് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് പറയും. പിന്നെ അനീഷിൻ്റെ എന്തോ ഒരു സംഭവം കൂടെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ അവസാനിപ്പിക്കുന്നത്. സോ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.